കാലം സ്വർഗ്ഗത്തിലാണെന്ന് അല്ലാഹു പറഞ്ഞ മുഹമ്മദീമാരാണ്. അവരുടെ അടയാളം എന്താണ്? ഖുർആൻ പറയുന്ന ഒന്നാമത്തെ അടയാളം കേൾക്കണേ ചെറുപ്പക്കാരേ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ അടയാളം എന്താണ്? എല്ലാവരും അടയാളമാണ് കേൾക്കേണ്ടത്. അടയാളം നിൽക്കുന്നു, പറയുന്ന അടയാളം നിൽക്കുന്നു. ഒന്നാമത്തെ അടയാളം അല്ലാഹു പറയുകയാണ്, വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുന്ന ഖുർആനിൽ അല്ലാഹു മുഅ്മിനീങ്ങളുടെ അടയാളം പറയുന്നല്ലോ. മുഅ്മിനൂനല്ലദീന ഇദാ وجلت قلوبهم إذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്ന ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? പ്രിയപ്പെട്ടവരെ, അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണ്. അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണ്. എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്ത ഒരു ഭയമാണ്. എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്ത ഒരു പേടിയാണ്. ഈ സദസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും അല്ലാഹ് എന്ന് പറയുമ്പോ മുഴുവൻ മടക്കി മരിക്കുന്ന രാജാതിരാജനായ പടച്ചറപ്പിനെ കുറിച്ച് പറയുമ്പോ ഹൃദയം പിടയ്ക്കാറുണ്ടോ? വിറയ്ക്കാറുണ്ടോ? പറയാറുണ്ടോ? അതിനെ കുറിച്ചുള്ള പേടി നിനക്ക് അനുഭവപ്പെടാറുണ്ടോ? ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പടച്ചവനെ ഫിർഔൻ ആസിയായ വിവാഹം കഴിക്കുന്നത്. ആസിയാ ബീവിയെ കാണിച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമേ ആസിയാനെ കണ്ടു പഠിക്കണേ, ആസിയായെ പോലെയാകണേ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആസിയ എത്ര വാഴ്ന്നു കേട്ടിട്ടുണ്ടെന്നറിയുമോ? പെങ്ങള് ജീവിതത്തിൽ ഒരേ ഒരു വാഴ, ജീവിതത്തിൽ ഒരു വാഴ്ന്നു കേട്ട മഹതിയാണ് ആസിയ. കേട്ടുള്ളൂ. ആസിയാനെ കുറിച്ചാണ് ഖിയാമത്ത് നാൾ വരെയുള്ളവരോട് കണ്ടു പഠിക്കാൻ അല്ലാഹു മാതൃകയായി പറഞ്ഞു തന്നത്. ആരാണ് കേട്ടതെന്നറിയുമോ? കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബിയുടെ വാഴാണ് കേട്ടത്. മൂസാ നബി ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് വന്നപ്പോൾ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അവനെ കുറിച്ച് പറയുന്നത് കണ്ടപ്പോൾ ഹൃദയത്തിലെന്ന് മാറ്റം വരികയാണ്. പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. ഉമ്മമാരെ, നിനക്ക് എണ്ണമുണ്ടോ? കേട്ടിരിക്കുന്ന വഅദിന് എണ്ണമുണ്ടോ? കേട്ട് വഅദ് പറയാൻ പറ്റുന്ന രീതിയിൽ നീ മാറിയില്ലേ? പറഞ്ഞിട്ട് ഓളുന്നവരല്ലേ? കല്യാണ വീട്ടില് പാട്ടുപാടുന്നതിന് പകരം പ്രസംഗിക്കുന്ന മക്കളുടെ കാലമാണ്. ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദേ മരിച്ചാൽ എന്റെ ജനാസ രാത്രിയിൽ വേണം ഖബറടക്കേണ്ടത്. അങ്ങനെ ഖബറടക്കരുതെന്ന് പറഞ്ഞ മഹദിയാണ്. കാരണം എന്തെന്നറിയുമോ? ജനാസ പകല് കൊണ്ടുപോകുമ്പോ ശരീരത്തിന്റെ വടിവ് മറ്റുള്ളവരെ കാണുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് രാത്രിയിൽ ഖബറടക്കണമെന്ന് പറഞ്ഞ മഹദിയാണ് ഫാത്തിമ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മക്കളെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞ ആയത്തേതെന്നറിയുമോ? ഈ ആയത്ത് ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്താണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയ ആയത്താണ്. ഈ ആയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഖുർആനിൽ അവസാനമായിട്ട് ഇറങ്ങിയ ആയത്താണ്. ഇതിനകത്ത് അല്ലാഹു പറയുന്നത് എന്തെന്നറിയുമോ? യൗമ തുർജഊന ഫീഹി ഇലല്ലാഹ്.
തവള പോലെ നടന്നോ പെങ്ങള്, അടിച്ചുവിട്ട പട്ടം പോലെ നീയൊക്കെ പറന്നു നടന്നു, എങ്ങനെ വേണമെങ്കിലും നീയൊക്കെ ജീവിച്ചോ. എന്നാൽ അല്ലാഹു പറയുന്നു ഒരു ദിവസം നീ വീഴും പെങ്ങള്. ചെറുപ്പക്കാരാ, എത്ര ആഘോഷിച്ചാലും എത്ര അടിച്ചു പൊളിച്ചാലും ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും നീ വീഴുമടാ ചെറുപ്പക്കാരാ. ഒരു ദിവസം നീ വീഴുമടാ. അല്ലാഹു പറയുകയാ, നീയൊക്കെ ഓർത്തു വെച്ചോ, നീയൊക്കെ എഴുതി വെച്ചോ. നിന്നെയൊക്കെ എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്, എന്റെ മുമ്പിൽ നിന്നെയൊക്കെ കൊണ്ടുവരുന്ന ഒരു ദിവസം. ഒരു 10 വയസ്സുകാരൻ ബെഡ്റൂമിലേക്ക് കയറി വന്ന ഗോപ കടപ്പുറത്ത് സായിഫ് അടക്കുന്ന പോലെ വാപ്പ കിടക്കണ എടോ, നിങ്ങൾ മനസ്സിലാൻ ചിരിക്കാൻ പറഞ്ഞതല്ല. സ്വന്തം വാപ്പയുടെ അവർക്ക് 10 വയസ്സുകാരനല്ല 50 വയസ്സുള്ള ഒരാൾക്ക് കണ്ടാൽ എന്തെങ്കിലും തോന്നുമോ? തോന്നില്ല. ഉമ്മാടെ അവർക്ക് ഈ പ്രായത്തിൽ നിനക്ക് കണ്ടാലും നിനക്കൊന്നും തോന്നില്ല. എന്നിട്ടും അല്ലാഹു പറയുന്നത് കാണണ്ടാണ്. വാപ്പയുടേതാണെങ്കിലും ഉമ്മയുടേതാണെങ്കിലും മക്കൾ പോലും കാണരുത്. പിന്നല്ലേ വലിയവരുടെ കാര്യം, ചെറിയവരുടെ കാര്യം ഞാൻ പറഞ്ഞേ. അപ്പൊ വലിയവരുടെ കാര്യം ചിന്തിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിതൊന്നും തെറ്റല്ല. ഇത് പറയുമ്പോൾ ഇയാൾ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നില്ല. എന്നെ വേണമെങ്കിൽ ഇപ്പൊ പരിഹസിക്കും. ഓൻ ചുമ്മാ നടന്നിട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? ദുനിയാവിൽ ഈ പറയുന്ന രീതിയിലൊക്കെ ജീവിക്കാൻ പറ്റുമോ? കളിയാക്കും, പരിഹാസം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ ദീനാ. ഒരു ജനാസ പോലും കാണാൻ പാടില്ലടാ ചെറുപ്പം. 18 വയസ്സുള്ളവനല്ല, പ്രായപൂർത്തിയാകാത്ത ഈ കൊച്ചു മക്കൾ 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. ആ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കള് മാതാപിതാക്കളുടെ റൂമിൽ കയറണമെങ്കിൽ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കണം. അല്ലാഹു തരുമാറാകട്ടെ. എപ്പോഴൊക്കെ? 1 വെളുപ്പാങ്കാലം, 2 ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം, 3 രാത്രി. ഈ 3 സമയങ്ങളിൽ ഈ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ ഉമ്മാടെയോ വാപ്പാടെയോ ഉള്ളിൽ അനുവാദം ചോദിക്കാതെ കയറരുത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നത്? ഈമാൻ തരുമാറാകട്ടെ. പഴത് കേൾക്കാൻ വന്നത് ആരുടെ? വയത് കേൾക്കാൻ വന്നത് ആരുടെ? അനിയന്റെ ബൈക്കിന്റെ പുറകിൽ. ആരാ വന്നിരിക്കുന്നത്? ജ്യേഷ്ഠന്റെ ഭാര്യ. അതിനെന്താ കൂടെ പറയുക? അമ്മായി ആരുടെ കൂടെ വന്ന വയത് കേൾക്കാൻ? അനിയന്റെ ബൈക്കിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് ടൂറിലിങ്ങൾ ഇരിക്കണ പോലെ ആയിരുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കൊണ്ടില്ലെന്ന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പാടണ്ടോ? വരാൻ പാടണ്ടോ? അനിയനല്ലേ ഔറത്തിങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കുന്നവരുടെ കാലപാട്. ഇന്ന് ഔറത്തൊക്കെ കാണുന്നതൊക്കെ തെറ്റാണ്. എടോ, നമ്മൾ ചിന്തിക്കേണ്ടത് സ്വന്തം വാപ്പയുടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങൾ എന്തോ വെടിയുണ്ടെന്ന് ഇരിക്കണം. സ്വന്തം വാപ്പയുടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പറ്റുമോ? നിന്റെ സ്വന്തം ഉമ്മച്ചിയുടെ ഔറത്ത് നിനക്കൊക്കെ കാണാൻ പറ്റുമോ? നിന്റെ കാര്യം പോകട്ടെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇന്നത്തെ രംഗം നോക്കിക്കേ. ഇന്ന് വീട്ടിൽ രാത്രി ചെല്ലുമ്പോൾ ഉള്ള രംഗം എന്ന് പറഞ്ഞാൽ 18 വയസ്സുള്ള മോളുടെ ഫോലോ ഒന്ന് കാണണം. പുറത്തിറങ്ങുമ്പോൾ ഹിജാബ് ധരിച്ച് നടക്കണം. അലക്ക വീട്ടിൽ ചെന്ന് നോക്കണം. പാപ്പാടെ മുമ്പിലൂടെ, കൂടപ്പുറപ്പിന്റെ മുമ്പിലൂടെ നൈറ്റ് ഡ്രസ് പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ടാ നീ ഒന്ന് വലിച്ചു നോക്കടാ, വലിച്ചു നോക്കടാ, അവളൊന്ന് കുടിച്ചു നോക്കടാ. അവൻ പറയുന്നു പാപമാനാ ചെയ്യൂല. അവര് നിർബന്ധിക്കുന്നു, നീയൊക്കെ പേടിക്കണ്ടനാടാ. നീ ആണാണോടാ, നീ ആണാണോടാ, നിനക്ക് പേടിയാടാ, നിനക്ക് ധൈര്യമില്ല. എല്ലാവരും പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്. പോലും കൊടുക്കാതെ കഞ്ചാവ് വലിക്കാൻ, കണ്ണു കുടിക്കാൻ അവസരമുണ്ടാവുകയാണ്. അവന്മാര് മുഴുവനും നിർബന്ധിക്കുകയാണ്. നിർബന്ധിക്കുന്ന സമയത്തവൻ പറയുകയാണ്, കുടിക്കുന്നത് പാപമാണ്, കുടിക്കുന്നത് പാപമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, കുടിക്കുന്നവൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ കടന്നു പോകില്ല. കുടിക്കുന്നവന്റെ കൂടെ നടക്കാൻ പാടില്ല.
അവന്റെ കൂടെ ഇരിക്കാൻ പാടില്ല, അവനുമായി കൂട്ടുകൂടാൻ പാടില്ല, അവനോട് സലാം പറയാൻ പാടില്ല, അവനെ സാമ്പത്തികമായി സഹായിക്കാൻ പാടില്ല, അവൻ രോഗിയായ കാണാൻ പോകാൻ പാടില്ല, അവന്റെ ജനാസ പോലും പടച്ചവനെ കൊണ്ടുവരുന്നതിന്റെ പുറകിൽ നടക്കാൻ പാടില്ല, പടച്ചവനെ കള്ളെന്ന് പറഞ്ഞാ കുടിക്കുന്നത് വല്ലാത്ത പാവമാണ്, എനിക്ക് പേടിയാണ്, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ടല്ലോ, ആര് കാണുന്നില്ലെങ്കിലും പടച്ചവൻ കാണുന്നുണ്ടല്ലോ, പറഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ പിന്തിരിയുന്ന ചെറുപ്പക്കാരാ പ്രതിഫലമെന്തെന്നറിയുമോ? ചെറുപ്പക്കാരികളായ പ്രശ്നത്തിനും പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് നിന്റെ കയ്യെ പിടിക്കുകയാണ്, നിന്റെ ശരീരത്തിൽ കയറി പിടിക്കുമ്പോ അവനോട് പറയണം എടുക്കടാ, വേറെയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്